君の中にある赤と青き線それらが結ばれるのは真のഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് പാക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നമ്മുടെ ബുക്ക് മാർക്ക് ചെയ്യുന്ന വീഡിയോ, നമ്മുടെ ഗിവ് അവേ വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട്, നമ്മുടെ മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെമ്മോ പാഡ് ഉണ്ടാക്കുന്നത് ഞാൻ ഉടനെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഭയങ്കര എളുപ്പമാണ്. മെമ്മോ പാഡ് എന്താണെന്ന് അറിയാത്തവർക്ക് കുഞ്ഞു നോട്ട് പാഡ് പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് പെട്ടെന്ന് ടിയർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സംഭവം. സ്റ്റിക്കി നോട്ട് പോലെ സ്റ്റിക്കിംഗ് ഉണ്ടാവത്തില്ല, ജസ്റ്റ് എഴുതുക, കീറിക്കളയുക, ആ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് 2 പേരുടെ ബർത്ത്ഡേ ആണ് ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും നാളെ ആയിരിക്കും. ഇന്ന് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യും. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇന്നലെ ആയിരിക്കും അവരുടെ ബർത്ത്ഡേ. അങ്ങനെ അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം പോളറോയിഡ്സ്, അതായത് കുറച്ച് പോളറോയിഡ്സ് ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട്, പോളറോയിഡ്സ് ഒക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് ഇൻറ്റേൺഷിപ്പ് ഒക്കെ പോയ സമയത്തുള്ള അവർക്ക് കുറച്ച് മെമ്മറീസ് ആയിട്ട് ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പോളറോയിഡ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് അത് പാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ A4 ഷീറ്റാണ്. അപ്പം കുറേ പേർക്ക് ഇങ്ങനെ പാക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അവരുടെ കയ്യിൽ വലിയ പാറ്റേൺ പേപ്പേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നോർമൽ ഒരു A4 ഷീറ്റ് എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലിയർ സ്റ്റാമ്പ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എന്ത് തരം സ്റ്റാമ്പ്സ് ആണോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഹാൻഡ് മെയ്ഡായിട്ട് സ്റ്റാമ്പ് ഉണ്ടാക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും സ്കെച്ചോ എന്തെങ്കിലും യൂസ് ചെയ്ത്, പ്ലെയിൻ വൈറ്റ് പേപ്പർ ആണെങ്കിൽ റെഡ് ഹാർട്ട് കൊടുക്കാം, ബ്ലാക്ക് എന്തെങ്കിലും ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ മുന്നേ അങ്ങനെയായിരുന്നു, എനിക്ക് സ്റ്റാമ്പൊക്കെ കിട്ടുന്നതിന് മുന്നേ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നമ്മുടെ സ്റ്റിക്കർ ബുക്ക് ചെയ്യുന്ന ഒരു സ്റ്റിക്കർ എടുത്ത് അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 പേർക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിനി നോട്ട്ബുക്കില്ലേ, ജേർണലിംഗ് നോട്ട്ബുക്ക് നമ്മൾ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു മിനി നോട്ട്ബുക്ക് കൊടുക്കുന്നുണ്ട്. 2 പേർക്കും 2 കളറിലാണ് ഞാൻ ചെയ്തേക്കുന്നതെന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ 2 ഗിഫ്റ്റ്സിലും ഉള്ളൂ, വ്യത്യാസം എന്ന് പറയാൻ. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് വയ്ക്കുന്ന ഒരു മിനി ജേർണലിംഗ് നോട്ട്ബുക്ക്, 2 മെമ്മോ പാഡ്, ഒരു ബുക്ക് മാർക്ക്, അത് ബട്ടർഫ്ലൈയുടെ ആണ്, ബുക്ക് മാർക്ക് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് മിനി ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിലിൽ ഒരു കുഞ്ഞ് റിബണൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കർ വെച്ച് അത് ആ പാക്കറ്റ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവർ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് നോട്ട് പോലെ എഴുതി അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, എൻ്റെ അടുത്ത് കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക് എന്തായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ഞാൻ മുന്നേ ഇതുപോലെ ലിയയ്ക്ക് ബുക്ക് മാർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം 2 പേർക്കും ഒരുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാം എന്നുള്ള രീതിക്കാണ് തുടങ്ങിയത്. എനിക്കറിയില്ലായിരുന്നു ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഒട്ടും ടൈമില്ലായിരുന്നു. ഇപ്പം കോളേജിൽ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇച്ചിരിയൊക്കെ സത്യം പറഞ്ഞാൽ ടയേർഡും കാര്യങ്ങളൊക്കെയാണ്. വന്നിട്ട് കുറച്ച് നേരം കയറി കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലത്തേക്കുള്ള എന്ത് വീഡിയോ ചെയ്യുമെന്നുള്ളത് പ്ലാൻ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിന് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ ഒരു നേരമാവും. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ലേറ്റാവും. അപ്പോൾ ഈ തലേന്നിരുന്നിട്ട് ഞാൻ രാത്രി ഇച്ചിരി ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ആ സംഭവമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് ഇച്ചിരി ലേറ്റായി. പിന്നെ പിറ്റേന്ന് രാവിലെ ഇരുന്നിട്ടാണ് ഈ പാക്കിംഗ് വീഡിയോ ചെയ്തത്. അപ്പോൾ അതായത് ഇന്നാണ് ഞാൻ പാക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 2 പേർക്കും കയ്യിൽ കിട്ടുമ്പോൾ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ അവർക്ക് ഇഷ്ടപ്പെടണേ എന്നുള്ളത്. കാരണം നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സ്റ്റിക്കർ ബുക്ക് കൊണ്ട് എനിക്ക് ഭയങ്കര യൂസാണ് കേട്ടോ. ഇങ്ങനെ ഗിഫ്റ്റ് ഞാൻ ഇത് വാങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കലാണ് കൂടുതലും. ഞാൻ ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് പാക്ക് ചെയ്തപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് ഭയങ്കര യൂസായിരുന്നു. അപ്പോൾ ഞാൻ ദിയയ്ക്ക് എന്തായാലും മറ്റേ റെഡ് ഒട്ടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ലിയയ്ക്ക് മാത്രമായിട്ട് മറ്റേ സ്റ്റിക്കർ മാറ്റണ്ട. 2 പേർക്കും കൊടുക്കാൻ പറ്റിയ സെയിം സ്റ്റിക്കേഴ്സ് എൻ്റെ അടുത്ത്, അത് ആ റെഡ് കളറില്ലേ അത് രണ്ടും സെയിം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 പേർക്ക് സെയിം ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പോളറോയിഡ്സിനകത്ത് റൈറ്റിങ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം മറ്റത് 2 പേർക്കും ഞാൻ ഇൻഡിവിജ്വലി കൊടുക്കുന്നതാണല്ലോ. 2 പേർക്ക് സ്പെസിഫിക് ആയിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2 പേർക്കും കൂടെയാണ് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള രീതിക്ക് അതിലും പോളറോയിഡ്സിലും എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അടിയാവണ്ടല്ലോ എന്നുള്ള രീതിക്ക്. സിസ്റ്റേഴ്സ് ആകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ വീട്ടിലൊക്കെ ബ്രദറും സിസ്റ്ററൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും.
അടിയാവുന്ന കാര്യമൊക്കെ ഞാൻ 2 പേർക്കും കൂടെ വേണ്ടിയാണ് എന്നുള്ള രീതിക്ക് ഞാൻ ജസ്റ്റ് എഴുതി നോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗിഫ്റ്റ്സ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കമൻറ്റിൽ അറിയാം. എന്തായാലും നിങ്ങൾക്കും ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട.